വെർഗോ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റിലാണ് എത്തിയിരിക്കണേ. ഈ പേഴ്സൻ്റെ എനർജി എസ്പെഷ്യലി ഞാൻ കാണുമ്പോൾ കുറേ കോൺട്രാഡിക്ഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ അവർ വിചാരിക്കണത് അവരുടെ ഫീലിങ്സ് വേറെ എന്തോ ആണ് ആൻഡ് അവരുടെ ആക്ഷൻസ് വേറെ എന്തോ ആണ്. അപ്പോൾ ഒരു പറഞ്ഞ കോൺട്രഡിക്ടറി എനർജി കാണാണ്ട് അവർ ഫീൽ ചെയ്യണ പോലെ അല്ല അവർ ആക്ട് ചെയ്യണത്. അവർക്ക് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ ചെയ്യണത് വേറെ എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് നോക്കാം എന്താണ് മെസ്സേജ് പറയണതെന്ന്. അപ്പോൾ ഈ റീഡിങ് കുറേ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനെ മിസ് ചെയ്യരുത്, എൻഡ് വരെ നോക്കുക. നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ് തുടങ്ങാം. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റീഡിങ് തുടങ്ങാം. എന്താ ഗൈഡൻസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നമ്മൾക്ക് എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ് പറയണമെന്ന് നോക്കാം. ഇത് വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ചിലപ്പോൾ ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് എടുക്കുക, നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. അപ്പോൾ വെർഗോ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾ രണ്ടാൾക്കും എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ഇമോഷണലി നിങ്ങൾക്കൊരു മാതിരി തോന്നുന്നുണ്ട്, പ്രാക്ടിക്കലി നിങ്ങൾക്ക് വേറെ മാതിരി തോന്നുന്നു. അപ്പോൾ ഇവിടെ എന്തോ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ രണ്ടാളും കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. എൻഡിങ് അല്ല വെച്ചാലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പത്തെ മാതിരി അല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഇടയിൽ ചിലവർ ഓൾറെഡി സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും, ഇവർ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ എനർജിയിലൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിലൊരു പുതിയ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു റെന്യൂവലും ആവാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം, ഈ പുതിയ ബിഗിനിങ് എന്താണ്. ഇവിടെ ചിലവർക്ക് ഇതൊരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടൊരു പുതിയ തുടക്കമാവാം. അപ്പം നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. അതല്ല വെച്ചാൽ എവിടെയോ നിങ്ങൾ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. മാരേജ് കഴിഞ്ഞിട്ടില്ല വെച്ചാൽ ഇതൊരു റീകൺസിലിയേഷൻ എനർജി ആവാം. നിങ്ങൾക്ക് സക്സസ് വേണം ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ ഇപ്പോൾ അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. പക്ഷേ അതല്ലാണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടിയും കാണാണ്ട്. അപ്പോൾ അവർ ഹാർട്ട് ബ്രോക്കൺ ആണ്, അവർ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് അവർക്ക് ഇപ്പോൾ കുറേ ഹിറ്റ് ചെയ്യണു. എന്താ വെച്ചാൽ അവർ മുമ്പേ അത്ര വിചാരിച്ചില്ല ഇത് അവരെ എഫക്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ കുറേ എഫക്റ്റഡ് ആണ്. ഇവരുടെ എനർജി തന്നെ കാണുമ്പോൾ ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്ത മാതിരി ഒരു എനർജിയാണ്. ഇവിടെ മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തുണ്ടാവുക. ഈ പേഴ്സൻ്റെ എനർജിയിൽ വേറെ ആൾക്കാരും കാണാണ്ട്, തേർഡ് പാർട്ടീസ് ഉണ്ട്, ഇവരുടെ വേറെ അഫെയർസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ. അതുകൊണ്ട് നിങ്ങൾ കുറേ ശ്രമിച്ചു ഈ സിറ്റുവേഷനിൽ എല്ലാം ശരിയാക്കാനില്ല വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾ നോക്കി. പക്ഷെ അത് ഉണ്ടായിട്ടും ഞാൻ കാണുന്നത് ചില ഇഷ്യൂസ് ആയിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു പറഞ്ഞ ഓൾഡ് റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സൈക്കിൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ബ്രേക്കപ്പ് ചെയ്യുക, പിന്നെ ആദ്യം റീകൺസൈൽ ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുമ്പേയും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തപ്പോൾ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയത്. എന്താ വെച്ചാൽ ഇവിടെ ഇത് കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്.
നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ ഇതിൽ ഒരു ഫ്യൂച്ചർ ഇല്ലയെന്ന് തോന്നിയിട്ടുണ്ടാവും ആ സമയത്ത്. ഓർ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ടായിരിക്കും ഈ ബ്രേക്കപ്പ് ഉണ്ടായേ, ഈ സെപ്പറേഷൻ ഉണ്ടായേ. അപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായി, പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്തു. എന്താ വെച്ചാൽ മുമ്പേയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് വന്നതായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്? അപ്പോൾ നിങ്ങൾ ക്യൂരിയസ് ആണ്, നിങ്ങൾക്ക് അറിയണം ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരാണ്, എന്താണ് നടക്കണേ, ഇവർ മൂവ് ഓൺ ചെയ്തോ, അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടാവും. കുറച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കണ്ടിരിക്കണേ. എവിടെയോ നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ മേ ബി ഈ പേഴ്സൺ തിരിച്ചു വരും, ഇല്ല വെച്ചാൽ അവർക്കും തോന്നും ഇതിലൊരു ലോങ് ടേം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവർ ആക്ച്വലി ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് പോലെയാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യണത്, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി. ഞാൻ കാണുന്നത് അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി മേ ബി വേറെ ഒരു പേഴ്സണും ഉണ്ടാവാം. കുറച്ചൊരു റിജിഡ് ഈഗോ പ്രശ്നം ഉണ്ടാവും ഈ പേഴ്സണിന്. ഇവിടെ ഒരു ബ്ലോക്ക്ഡ് എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ഇല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് അത് കാണിക്കണം എന്നില്ല. ഓക്കെ, അത് അവർ ഒളിപ്പിച്ച് വെക്കുക, മറച്ചു വെക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ റീകൺസിലിയേഷൻ ആണ്. ഓക്കെ, ഒന്നുമില്ല വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ ഈ സിറ്റുവേഷനിൽ മാറി പോവാനാണ്. എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഇമോഷണലി ഈ സിറ്റുവേഷനിൽ കുറേ അവർ ഇത് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഇവിടെ കാര്യങ്ങൾ അവർ പറഞ്ഞ ഒരു ഓണസ്റ്റ് അല്ല, അവർക്ക് ഫീൽ ചെയ്യണത് എന്തോ ആണ്, ചെയ്യണത് വേറെ എന്തോ ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇമോഷണലി കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിൽ നിന്ന് പുറത്ത് വരണ എനർജി ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവാൻ പോണത്? നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കും. ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. ഈ പേഴ്സൺ അപ്പോഴും കൺഫ്യൂസ്ഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ആക്ഷൻ എടുത്താലും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഔട്ട്കം ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ ഇമോഷണലി നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇവിടെ ഒരു എന്താ പറയുക, ആദ്യം ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് തന്നെയാണ് പോണത്. ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്യാൻ നോക്കുകയാണ്, ഇതിലൊരു റിലേഷൻഷിപ്പ് എനിക്ക് റെഡിയാണോ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ഓക്കെ ആണോ, അങ്ങനെ കുറേ ഒരു മെൻ്റലി അവർ സ്റ്റക്കാണ്. ഓക്കെ, ഒരു തീരുമാനം എടുക്കാത്ത ഒരു എനർജിയാണ്. പക്ഷേ ഇതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഇതുവരെ ആ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി ഫ്യൂച്ചറിൽ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവാം. അത് പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് അടുത്ത മാസം നമ്മൾക്ക് ആദ്യം നോക്കേണ്ടി വരും എന്താണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോയെന്ന്. ഇല്ല വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് നോക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ഫയർ സൈൻസ് ഉണ്ട്, വാട്ടർ സൈൻസ് ഉണ്ട്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സൈന്? വെർഗോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ തന്നെ സൈനാണ് വെർഗോ. പൈസീസ് വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, എന്താണ് അവർക്ക് നിങ്ങളോട് പറയേണ്ടത്? ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫർഗിവ് മീ വൺ ഡേ. അപ്പോൾ ഇവർക്ക് കുറേ ഗിൽട്ടും ഉണ്ട്. ഓക്കെ, അവർക്ക് അറിയാം അവർ മുമ്പേ കാര്യങ്ങൾ ചെയ്തത്, ഹാൻഡിൽ ചെയ്തത് ശരിയല്ല എന്ന്. ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് കാട്ടിലും കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് വേണം. പക്ഷേ അവർ ചെയ്യണത് വേറെ എന്തോ ആണ്, അവർക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഈഗോ കാരണമായിരിക്കാം. ഐ വിൽ വെയിറ്റ് ഫോർ എ സൈൻ ഫ്രം യു. ഓക്കെ, അപ്പോൾ അവരും ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ സൈനിന് വേണ്ടിയിട്ട്. നിങ്ങൾ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ പേഴ്സൺ എന്തെങ്കിലും പറയുക.
അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത് calling in your soulmate. Your prayers and affirmations help bring you together. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് വെർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.